श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम लोकाभिराम जय। കിഷ്കിന്ധാകാണ്ഡം. ശാരികപ്പൈത്തലെ ചാരുശീലെ വരിക ആരോമലെ കഥാശേഷവും ചൊല്ലുനീ. വീണ്ടും പൈങ്കിളിയെ വിളിക്കുകയാണ് കഥ പറയാൻ. ചൊല്ലുവൻ എങ്കിൽ അങ്ക അരി. അങ്കൻ കാമദേവൻ, കാമദേവൻ്റെ ശത്രുവായിട്ടുള്ള ശങ്കരൻ വല്ലഭയോട് പാർവതീദേവിയോട് അരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥസൂനു കൗസല്യാതനയൻ അവരജൻ തന്നോട്, അവരജൻ അനുജനായ ലക്ഷ്മണൻ തന്നോട് പമ്പാസരസ്തടം, പമ്പാസരസിൻ്റെ അടുത്തുള്ള ഒരു തടത്തിൽ ലോകമനോഹരം, വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു പമ്പാസരസിൻ്റെ അവിടെ സംപ്രാപ്യ, അവിടെ എത്തിയപ്പോൾ വിസ്മയം പൂണ്ട് അരുളീടിനാൻ. വിസ്മയത്തോടുകൂടെ ഒരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. ക്രോശമാത്രം, ഒരു വിളിപ്പാടകലെ വിശദം, വിസ്താരമായ വിശദ അമൃതം, ഒരു തടാകം കാണുകയാണ്. ക്ലേശവിനാശനം ജന്തുപൂർണ്ണ സ്ഥലം, അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ആകെ ഒരു ഉല്ലാസം തോന്നുന്ന വിധത്തിലുള്ള, മനസ്സിന് സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലം. ജന്തുപൂർണ്ണ സ്ഥലം, ഒരുപാട് ജന്തുക്കളുള്ള ഒരു സ്ഥലം. ഇനി അവിടെയുള്ള മറ്റുള്ള വൃക്ഷലതാദികളെയൊക്കെ പറയുന്നു. ഉത്ഫുല്ലം, നല്ല വിടർന്ന പത്മം, താമര, കൽഹാരം, സൗഗന്ധിക പുഷ്പം, കുമുദം, ആമ്പൽപ്പൂവ്, നീലോൽപ്പലം, നീലത്താമര, കരിങ്കൂവളപ്പൂവ്, ഇവയാൽ മണ്ഡിതം, അലങ്കരിക്കപ്പെട്ട ആ ഒരു തടാകവും, ഒപ്പം പക്ഷിമൃഗാദികളെ കുറിച്ച് പറയുന്നു. ഹംസം, അരയന്നങ്ങൾ അങ്ങനെ ഒഴുകി നടക്കുന്നു. കാരണ്ടവ, കുളക്കോഴി, ഷഡ്പദങ്ങൾ, ഷഡ്പദം എന്നാൽ വണ്ട്, കോകിലം, കുയിൽ, കുക്കുടം, കോഴി, കോയഷ്ടി, നീർക്കോഴി, പിന്നെ മൃഗങ്ങൾ സർപ്പം, സിംഹം, വ്യാഘ്രം, സൂകരം, പന്നി, ഇവയാൽ സേവിക്കപ്പെട്ട ആ ഒരു പരിസരം. പുഷ്പലതാ പരിവേഷ്ടിതം, ഒരുപാട് പുഷ്പങ്ങൾ നിറഞ്ഞ വള്ളിച്ചെടികളാൽ പരിവേഷ്ടിതം. പാദപങ്ങൾ, ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. സത്ഫലസേവിതം, എല്ലാറ്റിലും നിറയെ പഴങ്ങളുണ്ട്. സന്തുഷ്ട ജന്തുക്കം, എല്ലാ ജന്തുക്കളും സന്തോഷത്തോടെ ഇരിക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു സ്ഥലം കണ്ട് കൗതൂഹലം പൂണ്ട് തണ്ണീർ കുടിച്ചു. ആ തടാകത്തിലിറങ്ങി വെള്ളം കുടിച്ച് ഇണ്ടലും തീർത്തു, ക്ഷീണമൊക്കെ തീർത്ത് മന്ദം നടന്നിടിനാർ. അങ്ങനെ അവർ മന്ദം മുന്നോട്ടു പോയി. ഹനുമത് സമാഗമം. കാലേ വസന്തേ, ഇപ്പോൾ വസന്തകാലമാണ്. സുശീതളേ ഭൂതലേ, വസന്തകാലം, ഭൂമി ആകെ ഒരു കുളിരുകോരുന്ന അവസ്ഥയാണ്. നല്ല ഒരു കാലാവസ്ഥയായിരിക്കും. ഭൂലോകപാല ബാലന്മാർ, ക്ഷത്രിയന്മാരായ ആ രാമലക്ഷ്മണന്മാർ ഇരുവരും ഋഷ്യമൂകാദ്രി പാർശ്വസ്ഥലേ, അതിൻ്റെ ആ താഴെ ഭാഗത്തായിട്ട് സന്തതം നിശ്വാസം ഉൾക്കൊണ്ടു, ദീർഘനിശ്വാസം വിട്ടു ആ ദുഃഖത്തെ കാണിക്കുകയാണ്. വിപ്രലാപത്തോടെ ഭഗവാൻ കരയുന്നുണ്ട്. സീതാവിരഹം പൊറാഞ്ഞ് കരകയും ചൂതായുധ ആർത്തി, ചൂതായുധൻ കാമദേവൻ, കാമദേവനാൽ പരവേശിതനായിട്ട് അതുകൊണ്ട് തന്നെ മുഴുത്തു പറയുകയും, സീതയോടുള്ള ആ സ്നേഹം, അവർ ഒരുമിച്ച് ജീവിച്ചിരുന്നപ്പോഴുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങനെ കരഞ്ഞ് ആധി കലർന്ന് നടന്നടുക്കും വിധൗ
ഭീതനായി വന്നു ദിനകരപുത്രനും. അപ്പം ഇത് ആ പർവ്വതത്തിൻ്റെ മുകളിലിരുന്നിട്ട്, ആ പരിസരത്ത് ഇരുന്നിട്ട് ദിനകരപുത്രനായിട്ടുള്ള സുഗ്രീവൻ ഇത് കാണുന്നുണ്ട്. സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞു ഉത്തുംഗമായ ശൈലാഗ്രമേറിയിടിനാൻ, ഒരുപാട് മുകളിൽ അങ്ങോട്ട് പോയി. എന്നിട്ട് മാരുതിയോട് ഭയേന ചൊല്ലിയിടിനാൻ, ആരീ വരുന്നതിരുവർ സന്നദ്ധരായിട്ട്. എന്തോ തീരുമാനിച്ചുറപ്പിച്ചു വരുന്നവരെ പോലെ തോന്നുന്നു. നേരെ ധരിച്ചു വരിക നീ വേഗേന, നീ നേരെ ചെന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുക. ധീരന്മാരെത്രയും എന്ന് തോന്നും കണ്ടാൽ. ദൂരെ നിന്ന് കാണുകയാണെങ്കിലും അവരെ കാണുമ്പോൾ നല്ല ധീരന്മാരാണ് എന്ന് തോന്നുന്നുണ്ട്. അഗ്രജൻ ചൊല്ലുകയാൽ എന്നെ ബലാലിങ് നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലേ. അഗ്രജൻ, ഇവിടെ ബാലി, ജ്യേഷ്ഠനായ ബാലി എന്നെ കൊല്ലാനായിട്ട് ആളുകളെ അയച്ചതാണോ? അങ്ങനെ ആവുമോ എന്നൊരു സംശയം. കാരണം വരുന്നവർ വിക്രമമുള്ളവർ, നല്ല പരാക്രമശാലികളാണ്. അവരുടെ തേജസ് കൊണ്ട് ദിക്കുകളൊക്കെ വിളങ്ങുന്നു. കാണുക നീ നോക്കൂ, ആ വരുന്ന വഴി തന്നെ തിളങ്ങുന്നത് പോലെയുണ്ട്. എന്നാൽ അവർ ധരിച്ച് വേഷം താപസവേഷമാണ്. താപസവേഷം ധരിച്ചിരിക്കുന്നിതു ചാപം ബാണ അസി. കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ട്, ശസ്ത്രങ്ങളും എല്ലാ ആയുധങ്ങളോടും കൂടിയാണ് വരുന്നത്. ഒരു കാര്യം ചെയ്യുക, നീ ഒരു വിപ്രവേഷം, ഒരു ബ്രാഹ്മണന്റെ വേഷം പൂണ്ട് അവരോട് വായുസുത, വായുപുത്ര ചെന്ന് ചോദിച്ചറിയണം. ഇനി നമുക്ക് ഒരാളുടെ മനോഗതം അറിയാൻ നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം. അവരുടെ വക്ത്രം, മുഖം, നേത്രം, കണ്ണിൽ നോക്കി സംസാരിക്കുക. അതുപോലെ ആലാപം, വർത്തമാനത്തിൻ്റെ ഒരു കാപട്യമില്ലായ്മ, ഈ ഭാവങ്ങൾ കൊണ്ട് അവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ട് അറിയിച്ചിടൂ നമ്മുടെ ശത്രുക്കളെങ്കിൽ. നിനക്ക് തോന്നുന്നു അവർ നമ്മുടെ ശത്രുക്കളാണ് എന്ന് എങ്കിൽ നീ കൈകൊണ്ട് അടയാളം കാണിക്കണം. അതല്ലെങ്കിൽ നിന്നുടെ വക്ത്രപ്രസാദ മന്ദസ്മേര സപ്ഞയാ, നിറഞ്ഞ ഒരു ചിരിയോടുകൂടെ നീ എന്നെ ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെയെങ്കിൽ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം. അപ്പോൾ ഞാനും കരുതിക്കൊള്ളാം നമ്മുടെ മിത്രമാണ് എന്ന്. കർമ്മസാക്ഷി സുതൻ, കർമ്മസാക്ഷി, എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ടുള്ള സൂര്യൻ്റെ മകനായ സുഗ്രീവൻ്റെ വാക്കുകൾ കേട്ട് അവൻ ഹനുമാൻ ബ്രഹ്മചാരി വേഷം ആലംബ്യ, ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തെ അണിഞ്ഞിട്ട് അങ്ങനെ ആയിത്തീർന്നു. രൂപമാറ്റം സംഭവിച്ചു. എന്നിട്ട് സാദരം അഞ്ജസാ ചെന്ന് നമസ്കരിച്ചിടിനാൻ. അഞ്ജനാപുത്രനും ഭർത്തൃപാദാംബുജം, ഭർത്താവ് എന്നാൽ സ്വാമി എന്നർത്ഥം. തൻ്റെ സ്വാമിയായിരിക്കുന്ന ആ ഭഗവാന്റെ പാദാംബുജത്തിൽ നമസ്കരിച്ചു. കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാർ, കുഞ്ചരന്മാർ എന്നാൽ ശ്രേഷ്ഠന്മാർ, കഞ്ചവിലോചനന്മാർ താമരക്കണ്ണന്മാരായിട്ടുള്ള ആ മനുഷ്യ ശ്രേഷ്ഠന്മാരെ തൊഴുതു വിനീതനായി. എന്നിട്ട് ഹനുമാൻ പറയുകയാണ്, അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ട് ഇങ്ങനെ കാണായ നിങ്ങൾ ഇരുവരും. അങ്കജൻ കാമദേവൻ, കാമദേവനെ തന്നെ ജയിക്കുന്ന അതുപോലൊരു കാന്തി, അങ്ങനെയുള്ള നിങ്ങളിരുവരും ആരെന്നറിയുകയിൽ ആഗ്രഹമുണ്ടത് നേരെ പറയണം എന്നോട് സാദരം. അത് എന്നോട് നേരിട്ട് പറഞ്ഞാൽ വലിയ സന്തോഷം. ദിക്കുകൾ ആത്മഭാസ ഇവ, നിങ്ങളുടെ ആത്മഭാസം, നിങ്ങളുടെ ആ പ്രകാശം കൊണ്ട് ദിക്കുകളൊക്കെ ശോഭിപ്പിക്കുന്നു. അതുകൊണ്ട് അർക്കനിശാകരന്മാരെന്ന് തോന്നുന്നു. സൂര്യചന്ദ്രന്മാരായിട്ടുള്ള ദേവന്മാർ വേഷം മാറി വന്നതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇനി അല്ലെങ്കിൽ ത്രൈലോക്യ കർത്തൃഭൂതന്മാർ, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാണോ നിങ്ങൾ? ഭവാന്മാരെന്ന് ആലോക്യ ചേതസി ഭാതി സദൈവമേ, അവർ വേഷം മാറി ആളായിട്ട് വന്നിരിക്കുകയാണോ എന്ന് എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ട്. ഇനി വിശ്വൈക വീരന്മാരായ യുവാക്കളാം അശ്വിനി ദേവകളോ മറ്റതെന്നിയേ? ഇനിയല്ല
ഏറ്റവും സുന്ദരന്മാരായിട്ടുള്ള ദേവന്മാരാണ് അശ്വിനി ദേവന്മാർ. അവരാണോ ഇനി അഥവാ വിശ്വൈക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ, അല്ലെങ്കിൽ ഈ ലോകത്തിന് കാരണഭൂതന്മാരായിട്ടുള്ള ഈശ്വരന്മാരാണോ നിങ്ങൾ? നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു. ഞാൻ കേട്ടിട്ടുണ്ട് പല ദേവന്മാരും ഇങ്ങനെ മായയാ മനുഷ്യ വേഷം പൂണ്ടിട്ട് ഭൂമിയിൽ വന്ന് സഞ്ചരിക്കും. ലീലയാ ഭൂഭാരനാശനാർത്ഥം. കണ്ണിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അധർമ്മം കാണുമ്പോൾ അപ്പോൾ തന്നെ അവരെ നശിപ്പിക്കാനായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പരിപാലനത്തിന് ഭക്തന്മാരുടെ പരിപാലനത്തിന് മഹീതലെ ഭൂമിയിൽ വന്ന് രാജന്യവേഷേണ പിറന്നൊരു ക്ഷത്രിയ വേഷത്തിൽ പിറന്ന പുണ്യപുരുഷന്മാർ, പൂർണ്ണ ഗുണവാന്മാർ കർത്തും ജഗസ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതവും. ജഗത്തിൻ്റെ സംഹാരവും സ്ഥിതിയും സംഹാരവും സൃഷ്ടിയും, സർഗമെന്നാൽ സൃഷ്ടി, ഇവ നടത്താൻ ഉദ്യതവും കർത്തും ഉദ്യതവും ചെയ്യാൻ ഉദ്യമിക്കുന്ന പൂർണ്ണ ഗുണവാന്മാരും പുണ്യപുരുഷന്മാരുമായിട്ട്, അതുപോലെ ലീലയാ നിത്യസ്വതന്ത്രന്മാരായിട്ട് നടക്കുന്ന മുക്തി നൽകും നരനാരായണന്മാരെന്ന് ഉൾത്താരിൽ ഇന്ന് തോന്നുന്നു നിരന്തരം. അപ്പോൾ ഓരോരുത്തരെയായിട്ട് അവരാണോ എന്ന് ചോദിക്കുകയാണ്. യുദ്ധം പറഞ്ഞ് തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘൂത്തമൻ, പശ്യ സഖേ, ലക്ഷ്മണനെ വിളിച്ചു പറയുകയാണ്, വടുരൂപിണം, ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്ന ഇവനെ നീ കാണൂ. ആ വാക് ചാതുര്യയെക്കുറിച്ചാണ് പറയുന്നത്. നിശേഷ ശബ്ദശാസ്ത്രം, വ്യാകരണം മുഴുവൻ അനേന ഇവനാൽ ശ്രുതം കേട്ടിട്ടുണ്ട്. ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ, ഈ പറഞ്ഞവയിൽ ഒരപശബ്ദം പോലുമില്ല, അനാവശ്യമായ ഒരു വാക്കുപോലും ഇവൻ ഉച്ചരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവൻ നല്ല വൈയാകരണൻ, വ്യാകരണ പണ്ഡിതനാണ് എന്ന് നിർണയം. വടു എന്നാൽ ഈ ബ്രാഹ്മണൻ അങ്ങനെയാണെന്ന് ഞാൻ നിർണയിക്കുന്നു. മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം. ഇത് യഥാർത്ഥത്തിൽ വാനരശ്രേഷ്ഠനാണ് എന്ന് എഴുത്തച്ഛനാണ് പറയുന്നത്. രാമൻ എന്നെന്നുടെ നാമം, ദശരഥ ഭൂമിപാലേന്ദ്ര തനയൻ, ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ. കേൾക്ക നീ ജാതമോദം പരമാർത്ഥം മഹാമതേ. എന്താണ് നടന്നതെന്ന് ഞാൻ പറയാം. ജാനകിയാകിയ സീത എന്ന് ഉണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ, താതനിയോഗേന കാനനസിംനി യാതന്മാരായിട്ട് ഞങ്ങൾ പുറപ്പെട്ടു വന്നതാണ് രാജകൊട്ടാരത്തിൽ നിന്ന് തപസ് ചെയ്തിടുവാൻ. അങ്ങനെ ദണ്ഡകാരണ്യെ വസിക്കുന്ന നാൾ അതിചണ്ഡനായൊരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ. കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു, കണ്ടീൽ അവളെ ഒരേടത്തും ഇന്നിഹ. ഇപ്പോൾ ഞങ്ങൾക്ക് കണ്ടുകിട്ടി നിന്നെയാണ് ഇപ്പോൾ കാണുന്നത്. നീ ആരടോ സഖേ, ചൊല്ലിയിടുക എന്നത് കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ. കൗതുകം പൂണ്ട് അങ്ങനെ ചൊല്ലുകയാണ്, പറയുകയാണ്. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നു, ഇതത്ര രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ, സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. എല്ലായ്പ്പോഴും സുഗ്രീവൻ്റെ കൂടെ തന്നെ ഞങ്ങളുണ്ട്. അഗ്രജനാകിയ സുഗ്രീവൻ്റെ ജ്യേഷ്ഠനാകിയ ബാലി കപീശ്വരൻ ഉഗ്രൻ ആട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ, അനുജനെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കി. സുഗ്രീവനുള്ള പരിഗ്രഹം, സുഗ്രീവൻ്റെ ഭാര്യയെ തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. അപ്പോൾ അവിടെ ബാലി ചെയ്ത അധർമ്മത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. ഋഷ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ. സൂര്യപുത്രനായ സുഗ്രീവൻ ഇവിടെ ഋഷ്യമൂകാചലം വളരെ സുരക്ഷിതമായി ഇരിക്കാൻ പറ്റുന്ന ഒരു ഇടമായതിനാൽ അവിടെ വന്നിരിക്കുന്നു. ഞാൻ അവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ, വായുതനയനാണ് മഹാമതേ. നാമധേയം ഹനുമാൻ, അഞ്ജനാത്മജൻ, ഞാൻ അഞ്ജനയുടെ മകനാണ്.
ആമയം തീർത്ത് രക്ഷിച്ചുകൊള്ളേണമേ, എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കി ഞങ്ങളെ രക്ഷിച്ചുകൊള്ളേണം. സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളെ. എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ സഖ്യം ചെയ്താൽ ഭഗവാന്റെ രാമചന്ദ്രൻ്റെ ശത്രുവിനെ, ജാനകിയെ കട്ടുകൊണ്ടുപോയവനെ സുഗ്രീവൻ സഹായിച്ചിട്ട് വധിക്കാം. അതുപോലെ സുഗ്രീവൻ്റെ ശത്രുവായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ബാലിയെ ശ്രീരാമചന്ദ്രനും വധിക്കാം. അങ്ങനെ പരസ്പരം നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ സാധിക്കും. വേല ചെയ്യാം അതിനാവോളമാശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. അങ്ങയ്ക്കു വേണ്ടി എന്ത് കാര്യവും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്, അങ്ങല്ലാതെ വേറെ ആശ്രയമില്ല. ഇത്തം തിരുമനസ്സെങ്കിൽ എഴുന്നള്ളുകൾ ഉൾത്താപമെല്ലാം അകലും ദയാനിധേ. ഇങ്ങനെ ഈ പറഞ്ഞത് അങ്ങേക്ക് സമ്മതമെങ്കിൽ, തിരുമനസ്സെങ്കിൽ എഴുന്നള്ളുക, എൻ്റെ കൂടെ വരിക. ഉൾത്താപമെല്ലാം അകലും, അങ്ങയുടെ ദുഃഖവും എല്ലാം ഇല്ലാതാകും ദയാനിധേ എന്നുണർത്തിച്ചു. നിജ ആകൃതി കൈകൊണ്ടു, വീണ്ടും തൻ്റെ ആ വാനരവേഷത്തെ കൈക്കൊണ്ടു. നിന്നു തിരുമുമ്പിലമ്മാറു മാരുതി. പോക മമ സ്കന്ധമേറിയിടുവിൻ, എൻ്റെ തോളത്ത് കയറുവിൻ. നിങ്ങൾ ആകുലഭാവം അകലെ കളഞ്ഞാലും ഈ ദുഃഖഭാവമൊക്കെ കളയുക. സുഗ്രീവൻ സഹായിക്കുമെന്ന് ഞാൻ വാക്ക് തരുന്നു. അപ്പോൾ ശബരിതൻ വാക്കുകളോർത്തു കണ്ട് ഉത്പലനേത്രൻ അനുവാദവും ചെയ്തു. അപ്പോൾ ശബരി എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഹനുമാനും പറയുന്നത്. അതാണ് ശബരി പറഞ്ഞ വാക്കുകൾ ആ സമയത്ത് ശ്രീരാമചന്ദ്രൻ ഓർത്തു. അപ്പോൾ ഇവിടെ നമ്മുടെ പല പ്രതിസന്ധികളിലും നമ്മളാകെ ആകുലപ്പെടും, എന്തായിരിക്കും സംഭവിക്കുക എന്ന്. എന്നാൽ മുൻകൂട്ടി എല്ലാം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കുറച്ച് ക്ഷമയോടെ നമ്മൾ കാത്തിരുന്നാൽ അത് കൃത്യമായിട്ട് വരേണ്ട സമയത്ത് വരിക തന്നെ ചെയ്യും എന്നാണ് ഈ കഥാസന്ദർഭമൊക്കെ നമ്മെ കാണിച്ചു തരുന്നത്. ഓരോരുത്തരെ കണ്ടുമുട്ടുന്നതിലൂടെ, അപ്പോൾ സർവജ്ഞനാണ് ഭഗവാൻ, എന്നാലും നമുക്ക് ആ രീതിയിൽ കൂടെ ഒന്ന് ചിന്തിച്ചാൽ, നമ്മൾ മനുഷ്യരുടെ ജീവിതവുമായിട്ടെടുത്ത് നോക്കിയാൽ നമ്മെ സഹായിക്കാനുള്ള ആളുകളെ എവിടെയൊക്കെയോ ഭഗവാൻ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. കാണേണ്ട സമയത്ത് അവരെ നമ്മൾ കാണുക തന്നെ ചെയ്യും. അങ്ങനെ ജീവിതത്തിലെ പല പ്രതിസന്ധികൾക്കും ഒരു പരിഹാരം ഉണ്ടാവും എന്ന് തന്നെയാണ് ഇവിടെ ഈ ഒരു സന്ദർഭത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. സുഗ്രീവ സഖ്യം. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലമ്മാറങ്ങെടുത്തു നടന്നിതു മാരുതി. ശ്രീരാമലക്ഷ്മണന്മാരെ തൻ്റെ തോളിലേറ്റിക്കൊണ്ട് വന്ന മാരുതി സുഗ്രീവ സന്നിധൗ കൊണ്ടുചെന്നിടിനാൻ. എന്നിട്ട് സുഗ്രീവനോട് പറയുകയാണ്, വ്യഗ്രം കളക നീ ഭാസ്കരനന്ദന. സൂര്യപുത്ര, ഇനി നീ വിഷമിക്കുകയേ വേണ്ട. ഭാഗ്യമഹോ ഭാഗ്യം, ഇതിൽ പരമൊരു ഭാഗ്യം നമുക്കിനി കിട്ടാനില്ല, ഓർത്തോളം എത്രയും. കാരണം ഇവിടെ സുഗ്രീവൻ ഭാസ്കരനന്ദനാണെങ്കിൽ ഭാസ്കര വംശത്തിൽ സമുദ്ഭവന്മാരായ സൂര്യകുലത്തിൽ ജനിച്ച രാമനും ലക്ഷ്മണനാകും അനുജനും കാമദാനാർത്ഥം നമ്മുടെ ആഗ്രഹം സാധിപ്പിക്കാനാണോ ഇവിടെ വന്നത് എന്ന് പോലും തോന്നിപ്പോകുന്നു. അങ്ങനെ ഇവിടേക്കെഴുന്നള്ളി സുഗ്രീവനോടീ വണ്ണം പറഞ്ഞദ്രീശ്വരാഗ്രേ. ആ പർവ്വതത്തിൻ്റെ മുകളിൽ മഹാതരുഛായാതലെ, വലിയ ഒരു വൃക്ഷത്തിൻ്റെ തണലിൽ, തഥാ വിശ്വൈക നായകന്മാരാം കുമാരന്മാർ വിശ്രാന്തചേതസ നിന്നരുളീടിനാർ. കുറേ നേരമായി തളർന്ന് അവശരായ അവർ അങ്ങനെ കുറച്ചു നേരം ആ വലിയ മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ചു നേരം വിശ്രമിച്ചു. വാതാത്മജൻ പരമാനന്ദം ഉൾക്കൊണ്ടു. ഹനുമാൻ അത്രയും സന്തോഷത്തിലായി. നീതിയോടർക്കാത്മജനോട് ചൊല്ലിനാൻ. സുഗ്രീവനോട് പറയുകയാണ്, ഭീതി കളകനീ മിത്രഗോത്രേ വന്നു. മിത്രൻ സൂര്യൻ, സൂര്യവംശത്തിൽ വന്ന് ജാതന്മാരായൊരു യോഗേശ്വരന്മാരീ ശ്രീരാമലക്ഷ്മണന്മാർ എഴുന്നള്ളിയത്. അവർ വന്നു എന്നത് തന്നെ നമ്മുടെ നല്ല കാലം തെളിഞ്ഞു എന്നതിൻ്റെ തെളിവാണ്. ഇനി ആരെയും പേടിക്ക വേണ്ട ഭവാൻ, ഇനി
വേഗേന ചെന്ന് വന്ദിച്ച് സഖ്യം ചെയ്ത് ഭാഗവതപ്രിയനായി വസിച്ചിടുക. ഭഗവാന് പ്രിയപ്പെട്ടവനായി തീർന്നാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഇനി ഭഗവാൻ നോക്കിക്കൊള്ളും. പ്രീതനായൊരു സുഗ്രീവനും അന്നേരം ആദരപൂർവമുത്ഥായ സസംഭ്രമം. ഇത് കേട്ട് സന്തുഷ്ടനായ സുഗ്രീവൻ പെട്ടെന്ന് തന്നെ ആദരപൂർവം എഴുന്നേറ്റ് സസംഭ്രമം ഇനി അവരെ സത്കരിക്കണം. അതിനായിട്ട് വിഷ്ടപനാഥൻ, വിഷ്ടപം ലോകം, ലോകനാഥന് ഇരുന്നരുളിയിടുവാൻ വിഷ്ടരാർത്ഥം നല്ലൊരു ഇരിപ്പിടം തയ്യാറാക്കാൻ വേണ്ടി നല്ല പല്ലവജാലങ്ങൾ, അവിടെയുള്ള വൃക്ഷത്തിൻ്റെ നല്ല തളിരിലകൾ പൊട്ടിച്ച് അവനിയിൽ ഇട്ടാൻ. അവിടെ അവർക്കിരിക്കാൻ പാകത്തിൽ തളിരിലകൾ അങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചു. അതുനേരം ഇത് കണ്ടപ്പോൾ ഇഷ്ടനാം മാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ടത് കണ്ടു. ഹനുമാൻ ലക്ഷ്മണന് ഇരിക്കാനായിട്ട് ഇതേപോലെ ഒരു ഇരിപ്പിടം ഒരുക്കി. അത് കണ്ടിട്ട് സൗമിത്രി സുഗ്രീവനും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവർ ആദരിക്കുകയാണ്. സുഗ്രീവന് ഇരിക്കാനായിട്ട് പുഷ്ടമോദാൽ ഒടിച്ചിട്ടരുളിയിടിനാൻ. പല്ലവം തളിര് ഒടിച്ചിട്ട് ഇട്ട് ഒരു ഇരിപ്പിടം തയ്യാറാക്കിയിട്ട് ലക്ഷ്മണൻ സുഗ്രീവനോട് ഇരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ തുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നീടിനാർ. അപ്പോൾ നമുക്ക് തക്ക ആൾക്കാരാണ് എന്ന് മനസ്സിലാകുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം. എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ചു തുടങ്ങി. നഷ്ടമായി വന്നിതു സന്താപസംഘവും. ഇപ്പുറത്ത് സുഗ്രീവനും ഒരുപാട് നാളായി വേദനിക്കുകയായിരുന്നു. രാമചന്ദ്രനും ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് അല്ലെങ്കിൽ കുറച്ചൊക്കെ കരഞ്ഞുകൊണ്ട് അങ്ങനെ വരികയായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും സങ്കടം തൽക്കാലത്തേക്ക് തീർന്നു. മിത്രാത്മജനോട് സുഗ്രീവനോട് ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരനാം ആദിത്യനന്ദനൻ സൂര്യപുത്രനായ സുഗ്രീവൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിയിടിനാൻ. നാരീമണിയായ ജാനകീദേവിയെ ആരാഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞ് തരുന്നുണ്ട് നിർണയം. വിനാശനത്തിന് അടിയനൊരു മിത്രമായി വേല ചെയ്യാം. ഞാനൊരു സുഹൃത്തായിട്ട് അങ്ങേക്കു വേണ്ടി ഞാൻ വേല ചെയ്യാം. തവ ആജ്ഞാവശാൽ, അങ്ങ് എങ്ങനെ പറയുന്നോ അതുപോലെ. ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുത്. ഇനി ഈ വിഷയത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുത്. ആധികളൊക്കെ അകറ്റുവൻ ഞാൻ. നിങ്ങളുടെ എല്ലാ ദുഃഖത്തെയും അകറ്റുന്നതാണ് നിർണയം. തീർച്ചയായും രാവണൻ തന്നെ സകുലം വംശമടക്കം വധം ചെയ്ത് ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ഇനി കുറച്ചു നാൾ മുൻപ് തങ്ങൾ കണ്ട ഒരു കാഴ്ചയെ കുറിച്ച് പറയുകയാണ്. ഞാനൊരവസ്ഥ കണ്ടേൻ ഒരു നാൾ, അത് മാനവവീര തെളിഞ്ഞു കേട്ടിയിടണം. മന്ത്രികൾ 4 പേരും ഞാനുമായി അചലാന്തെ പർവ്വതമുകളിൽ വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കരനേത്രയായൊരു തരുണിയെ, ഒരു സുന്ദരിയായ സ്ത്രീയെ പുഷ്കരമാർഗേണ ആകാശമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരൻ, ഒരു രാക്ഷസനാണെന്ന് എനിക്ക് തോന്നി. അതുനേരം ആ സുന്ദരി രക്ഷിപ്പതിനാരുമില്ലാഞ്ഞ് ദീനയായി രാമ രാമ ഇതി മുറയിടുന്നോൾ. തീർച്ചയായും തവ ഭാമിനി തന്നെ അവൾ എന്നതേ വരൂ. ഇപ്പോഴാണ് എനിക്ക് ആ ഒരു സംഭവവും അങ്ങ് ഈ പറയുന്നതുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്നെനിക്ക് തോന്നുന്നത്. തീർച്ചയായും അത് അങ്ങയുടെ ഭാര്യ തന്നെ ആയിരിക്കണം. ഉത്തമയാം അവൾ ഞങ്ങളെ പർവ്വതേന്ദ്ര ഉത്തമാങ്കേ കണ്ട നേരം. ഈ പർവ്വതശ്രേഷ്ഠനായിട്ടുള്ള ഈ പർവ്വതത്തിൻ്റെ മുകളിൽ കണ്ടപ്പോൾ പരവശാൽ, അപ്പോൾ ഒരാശയം തോന്നിയിട്ട് ഉത്തരീയത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ അദ്രീശ്വര ഉപരി പർവ്വതത്തിൻ്റെ മുകളിൽ നിക്ഷേപണം ചെയ്താൾ. ഞാൻ അതു കണ്ട് ഇങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേൻ. അതു കാണേണമെങ്കിലോ കണ്ടാലും ജാനകീദേവി തന്ന ആഭരണങ്ങളോ മാനവവീര ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞ് അതെടുത്തുകൊണ്ടുവന്ന് മന്നവൻ തൻ തിരുമുമ്പിൽ വച്ചിടിനാൻ. അർണോജനേത്രൻ താമരക്കണ്ണനായ ഭഗവാൻ എടുത്തു നോക്കുന്നേരം
കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. കണ്ണുനീരങ്ങനെ ഇറ്റിറ്റു വീഴാൻ തുടങ്ങി. എന്നിട്ട് ഈ ആഭരണങ്ങളോട് കുശലം ചോദിക്കുകയാണ്. എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും, എന്നെ പിരിഞ്ഞതുപോലെ അല്ലയോ ആഭരണങ്ങളെ നിങ്ങളും സീതയെ പിരിഞ്ഞുവോ? നിങ്ങളും തന്വങ്കിയാകിയ വൈദേഹിയോടയ്യോ, അയ്യോ നിങ്ങളും സീതാദേവിയെ പിരിഞ്ഞുപോയല്ലോ. സീതേ ജനകാത്മജേ മമ വല്ലഭേ നാഥേ നളിനദളായതലോചനേ. താമര ഇതളുപോലെ അത്രയും വിശാലമായ കണ്ണുകളുള്ളവളെ, രോദനം ചെയ്തു വിഭൂഷണ സഞ്ചയം ആധിപൂർവം തിരുമാറിലമുഴ്ത്തിയും, ആ ആഭരണത്തെ അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഏതുപോലെ? പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ, ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഒന്നുമറിയാത്ത അജ്ഞാനികളെപ്പോലെ. ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞിതു ലക്ഷ്മണൻ. ദുഃഖിയായി കേതുമേ, രാവണൻ തന്നെയും മർക്കടശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ച് അംബുജനേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം. പ്രസീത പ്രഭോ ഹരേ. ഭഗവാനെ ഇങ്ങനെ ദുഃഖിക്കാതെ, ഇതാ നമുക്കൊരു വഴി വന്നിരിക്കുന്നു, ഒരു വഴി തെളിഞ്ഞു വന്നിരിക്കുന്നു. ഇനി എന്തിനാണ് വിഷമിക്കുന്നത്? സുഗ്രീവനും പറഞ്ഞാൻ അതു കേട്ടുടൻ. വിഗ്രിയായി ഗേതുമേ, രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ. കൈക്കൊള്ളുക ധൈര്യം ധരിത്രീപദേ വിഭോ. അങ്ങ് ധൈര്യമായിട്ടിരിക്കൂ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ തൽക്ഷണം കേട്ട് ദശരഥപുത്രനും ദുഃഖവുമൊട്ടു ചുരുക്കി മരുവിനാൻ. മർക്കടശ്രേഷ്ഠനാം മാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ച് ശുഭമായ ലഗ്നവും പാർത്ത് ഇനി ഇവർ തമ്മിലുള്ള സഖ്യം ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ഭാരതീയ ആചാരപ്രകാരം ഏതൊരു നല്ല കാര്യത്തിനും അഗ്നി സാക്ഷിയാക്കി ചെയ്യണമെന്നാണ്. അതിനായിട്ട് അഗ്നിയെ ജ്വലിപ്പിച്ച് ശുഭമായ ലഗ്നവും നല്ല സമയവും നോക്കി ചെയ്യിപ്പിച്ചു സഖ്യവും. സുഗ്രീവ രാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്ത് പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്ന് ഉറച്ച് ആത്മഖേദം കളഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രൻ തൻ്റെ ദുഃഖത്തെയൊക്കെ തൽക്കാലം കളഞ്ഞ് ഉത്തുംഗമായ ശൈലാഗ്രേ മരുവിനാർ. പരസ്പരം അവരെങ്ങനെ സഹായിക്കാം എന്ന് വാഗ്ദാനം ചെയ്തു. എന്നിട്ട് സുഗ്രീവൻ ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലം അതിൻ്റെ കാരണമെന്തായിരുന്നു എന്ന് ഉണർത്തിച്ചരുളിയിടിനാൻ. അവർ തമ്മിൽ ഇങ്ങനെ ഒരു വിദ്വേഷം വരാനുണ്ടായ കാരണത്തെ പറയാൻ പോവുകയാണ്. ബാലി സുഗ്രീവ കലഹ കഥ. താൻ ഋഷ്യമൂകാജലത്തിൽ വരാനുള്ള കാരണവും ബാലിയുമായിട്ടുള്ള ശത്രുത, ബാലിക്ക് തന്നോടുള്ള ശത്രുത വരാൻ കാരണം എന്തായിരുന്നു, ആ കഥയാണ് പറയുന്നത്. പണ്ട് മായാവി എന്ന ഒരു അസുരേശ്വരൻ, മായാവി എന്നൊരസുരേശ്വരൻ ഒരു അസുരൻ ഉണ്ടായിരുന്നു. മയൻ തന്നുടെ പുത്രനായി, മയൻ എന്ന അസുരന്റെ മകനായിട്ട് യുദ്ധത്തിന് ആരും ഇല്ലാഞ്ഞ് മതിച്ചവൻ ഉദ്ധതനായി, ആരെങ്കിലും ഒന്ന് കിട്ടിയിട്ട് വേണം യുദ്ധം ചെയ്യാൻ എന്ന ഒരു അഹങ്കാരത്തോടെ നടന്നിടും ദശാന്തരെ. അങ്ങനെ ഇരിക്കെ കിഷ്കിന്ധയാംപുരി ബുക്കു വിളിച്ചിതു മർക്കടാധീശ്വരനാകിയ ബാലിയെ, മർക്കടന്മാരുടെ രാജാവായ ബാലിയെ വിളിച്ചു. യുദ്ധത്തിനായി വിളിക്കുന്നത് കേട്ട് അതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ട് താടിച്ചതുകൊണ്ട് അതിദുഷ്ടനാം ദൈത്യനും പേടിച്ച് മണ്ടിനാൻ. ആദ്യം തന്നെ നല്ലൊരു ഇടി കിട്ടി. അത് കിട്ടിയ ഉടനെ പേടിച്ച് ആ മായാവി പോയി, ആ അസുരൻ പോയി. പക്ഷേ ബാലി അങ്ങനെ വെറുതെ വിടാൻ തയ്യാറായിരുന്നില്ല. വാനരശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ. ആ അസുരന്റെ പുറകെ ബാലിയും ഓടി. സുഗ്രീവൻ പറയുകയാണ്, ഞാനും അതു കണ്ട് ചെന്നിതു പിന്നാലെ. ദാനവൻ ചെന്നു ഗുഹയിൽ, ഒരു ഗുഹയിൽ ആ അസുരൻ ഉൾപ്പൊക്കിതു, അകത്ത് കടന്നു. അപ്പോൾ പോകുന്നതിന് മുൻപേ, ആ ഗുഹയിലേക്ക് പോകുന്നതിന് മുൻപേ വാനരശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ. ബാലി സുഗ്രീവനോട് പറഞ്ഞു,
ഞാൻ ഇതിൽ പുക്കിവൻ തന്നെ ഒടുക്കുവൻ. ഞാൻ ഈ ഗുഹയിൽ കയറി ഇവനെ ഞാൻ ഇല്ലാതാക്കുന്നതാണ്. നൂനം തീർച്ചയാണ്. വിലദ്വാരി ഗുഹയുടെ ദ്വാരത്തിൽ നിൽക്കൂ നീ നിർഭയം, നീ പേടിക്കാതെ നിൽക്കൂ. ഇനി ക്ഷീരം വരികിൽ, പാലാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അസുരൻ മരിച്ചിടും. അസുരൻ മരിച്ചു എന്ന് നീ കരുതിക്കൊള്ളുക. ചോര വരികിൽ, ഇനി ചോരയാണ് പുറത്ത് കാണുന്നതെങ്കിൽ അടച്ച്, കാരണം അതിനർത്ഥം ബാലി മരിച്ചു എന്നാണ്. അങ്ങനെ ആകുമ്പോൾ ആ അസുരനെയും പുറത്തേക്ക് വരാൻ വിടരുത്. അതുകൊണ്ട് നീ ഗുഹയുടെ വാതിൽ അടച്ചിട്ട് പോയി വാഴുക, നീ പിന്നീട് രാജ്യം ഭരിച്ചുകൊള്ളുക. യുദ്ധം പറഞ്ഞതിൽ പുക്കിതു ബാലിയും എന്ന് പറഞ്ഞാണ് ബാലി ഉള്ളിലേക്ക് കയറിയത്. തത്ര വിലദ്വാരി ഗുഹയുടെ ആ ദ്വാരത്തിൽ നിന്നേൻ അടിയനും. സുഗ്രീവൻ പറഞ്ഞു, ഞാൻ അവിടെ നിന്നു. പോയിതു കാലം 1 മാസം, എന്നിട്ടും ആഗതനായതുമില്ല കപീശ്വരൻ. 1 മാസം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. എന്നാൽ വന്നിതു ചോര വിലമുഖം തന്നിൽ. പെട്ടെന്ന് കണ്ടത് ചോരയാണ്. എന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും. അത് കണ്ടിട്ട് ഞാൻ ആകെ സങ്കടപ്പെട്ടു. എന്നാൽ ജ്യേഷ്ഠൻ പറഞ്ഞതുപോലെ അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാൻ എന്നുറച്ച്, അഗ്രജൻ മായാവി മഹാസുരനാൽ കൊല്ലപ്പെട്ടു എന്നുറച്ച് ഞാനും തഥാ ദുഃഖം ഉൾക്കൊണ്ടു കിഷ്കിന്ധ പുക്കീടിനേൻ. തിരിച്ചു വന്ന് എല്ലാവരോടും കാര്യം പറഞ്ഞു. മർക്കടവീരരും ദുഃഖിച്ചതു കാലം. ബാലി സുഗ്രീവനോട് പറഞ്ഞ കാര്യങ്ങൾ അസുരനും കേട്ടിരുന്നു. അതുകൊണ്ട് അവരെ തമ്മിൽ തെറ്റിക്കാനും, മാത്രമല്ല ഇനി അഥവാ അസുരനാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ ബാലി അവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല എന്ന് ആ അസുരൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അസുരൻ തൻ്റെ മായാജാലം കൊണ്ട് പുറത്തേക്ക് ബാലി പോലും അറിയാതെ ചോര വരുത്തിച്ചത്. ഇത് കണ്ടിട്ട് തെറ്റിദ്ധരിച്ചാണ് സുഗ്രീവൻ തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചുപോയത്. അപ്പോൾ ബാലി പറഞ്ഞതുപോലെ വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്ക് ചെയ്തിടിനാർ. ചെന്നിതു കാലം കുറഞ്ഞൊന്നു പിന്നെയും. എന്നാൽ കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോൾ വന്നിതു ബാലി മഹാബലവാൻ തഥാ. കല്ലിട്ട് ഞാൻ വിലദ്വാരമടച്ചത് കൊല്ലുവാനെന്നോർത്ത് കോപിച്ചു ബാലിയും. അങ്ങനെ ഞാൻ ആ ഗുഹയടച്ചത് ബാലിയെ കൊല്ലാനാണെന്ന് ധരിച്ചിട്ട് എന്നോട് കോപിച്ചു. ബാലിയും കൊല്ലുവാൻ എന്നോടടുത്തു. ഭയേന ഞാൻ എല്ലായിടവും പാഞ്ഞിരിക്കരുതാഞ്ഞെങ്ങും. എനിക്ക് എവിടെയാ പോകേണ്ടതെന്നറിയില്ല, കാരണം ബാലിയോട് എതിർക്കാൻ എനിക്ക് സാധിക്കില്ല. നീളെ നടന്നുഴന്നീടും ദശാന്തരെ. അങ്ങനെ എവിടെയാ പോകേണ്ടത് എന്നറിയാതെ ഉഴലുന്ന സമയത്ത് ബാലി വരികയില്ലത്ര ശാപത്തിനാൽ, ബാലി ഒരു ശാപം കാരണം വരില്ല എന്നുറപ്പുള്ള ഋഷ്യമൂകാചലെ വന്നിരുന്നിടിനേൻ വിശ്വാസമോടു ഞാൻ. ഇവിടെ എനിക്ക് സുരക്ഷിതമായി ഇരിക്കാം എന്നതിനാൽ വിശ്വാസമോടു ഞാൻ വിശ്വനാഥ വിഭോ. അല്ലയോ രാമ, ഇതാണ് സംഭവിച്ചത്. മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിനാൻ ഊഢരാഗം മമ വല്ലഭ തന്നെയും. ഇതാണ് ബാലി ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് എന്താ ബാലി ചെയ്ത തെറ്റ് എന്ന്. ഇത് തന്നെയാണ് തെറ്റ്. ഒന്ന്, കാര്യം തിരക്കാതെ സ്വയം തെറ്റിദ്ധരിച്ചു. അങ്ങ് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കാതെ തെറ്റിദ്ധരിച്ച് അനുജനെ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കി. അതുമാത്രമല്ല, അനുജന്റെ ഭാര്യയെ ഊഢരാഗം, അനുരാഗത്തോടുകൂടെ സുഗ്രീവന്റെ വല്ലഭ തന്നെയും മമ വല്ലഭ തന്നെയും എൻ്റെ ഭാര്യയെയും പരിഗ്രഹിച്ചിടിനാൻ, വിവാഹം ചെയ്തു. നാടും നഗരവും പത്നിയും എന്നുടെ വീടും പിരിഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നു ഞാൻ ആരുമില്ലാത്തവനായി. ത്വത്പാദപങ്കേരുഹ സ്പർശകാരണാൽ ഇപ്പോൾ അതീവ സുഖവും ഉണ്ടായി വന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്രദുഃഖേന സന്തപ്തനാം രാഘവൻ.
മിത്രാത്മജൻ സൂര്യന്റെ മകനായ സുഗ്രീവന്റെ ഉക്തികൾ വാക്കുകൾ കേട്ടോരനന്തരം മിത്രദുഃഖേന തൻ്റെ സുഹൃത്തിന് വന്ന ഈ ദുഃഖത്തിൽ സന്തപ്തനാം രാഘവൻ രാമനും നല്ല സങ്കടം വന്നു. എന്നിട്ട് ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ, തവ ശത്രുവിനെ കൊന്ന്, ഇപ്പോൾ ബാലി ശത്രുപക്ഷത്താണ്, ആ ശത്രുവിനെ കൊന്ന് പത്നിയും രാജ്യവും വിത്തവും നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം അടക്കിത്തരുവൻ ഞാൻ, തിരിച്ച് ഞാൻ നേടിത്തരും. സത്യം, ഇത് രാമഭാഷിതം കേവലം, ഇത് രാമനാണ് പറയുന്നത്. മാനവേന്ദ്രോക്തികൾ കേട്ട് തെളിഞ്ഞൊരു ഭാനുതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. അപ്പോൾ ഭാനുതനയൻ സുഗ്രീവൻ ഇപ്രകാരം പറഞ്ഞു: സ്വർലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാൻ ഏറ്റം പണിയുണ്ട് നിർണയം. രാമൻ പറഞ്ഞപ്പോൾ ഒരാശ്വാസമായി. എന്നാൽ ബാലിയുടെ ആ ശക്തി അറിയാവുന്ന സുഗ്രീവൻ പറഞ്ഞു, സ്വർലോകനാഥജൻ, സ്വർഗലോകത്തിൻ്റെ നാഥനായ ഇന്ദ്രൻ, ഇന്ദ്രജൻ എന്നാൽ ഇന്ദ്രന്റെ മകൻ ആയ ബാലിയെ കൊല്ലുവാൻ ഏറ്റം പണിയുണ്ട്, എളുപ്പമല്ല. ഇല്ലവനോളം ബലം മറ്റൊരുവനും, ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം. ബാലിയുടെ ആ കൈ പരാക്രമം ഞാൻ പറയാം. അതാണ് ഇനി പറയുന്നത്. ദുന്ദുഭിയാകും മഹാസുരൻ വന്ന് കിഷ്കിന്ധാപുരദ്വാരി മാഹിഷവേഷമായി. ഒരു പോത്തിൻ്റെ വേഷത്തിൽ ഇതിനു മുൻപ് ഒരു അസുരൻ വന്നിരുന്നു, ദുന്ദുഭി. യുദ്ധത്തിനായി വിളിച്ചോരു നേരത്തതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃംഗം പിടിച്ച് പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി. അങ്ങനെ ആ പോത്തിൻ്റെ രൂപത്തിൽ വന്ന അസുരൻ്റെ തല പറിച്ചെടുത്തു, ആ കൊമ്പ് പിടിച്ചിട്ട് പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി. അതായത് രണ്ടും രണ്ടായി, ശിരസ് വേറെ ഉടല് വേറെയായി ചവിട്ടിപ്പറിച്ചു. അങ്ങനെ ശിരസ് ഇങ്ങോട്ട് ചവിട്ടിപ്പറിച്ചിട്ട് ഉത്തമാംഗത്തെ, ആ ശിരസിനെ ചുഴറ്റി എറിഞ്ഞിതു. രക്തവും വീണു മതംഗാശ്രമസ്ഥലേ. അങ്ങനെ ആ പോത്തിൻ്റെ തല വന്ന് വീണത് മതംഗമുനിയുടെ ആശ്രമ മുറ്റത്താണ്. ആശ്രമദോഷം വരുത്തിയ ബാലി പോന്നു ഋഷ്യമൂകാചലത്തിങ്കൽ വരുന്നാകിൽ. ബാലി ഇങ്ങോട്ട് ഈ ഋഷ്യമൂകാചലത്തിൽ വരികയാണെങ്കിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരി പൂക മധുവാക്യ ഗൗരവാൽ. ഇവിടെ മതംഗ മഹർഷി ശപിക്കുകയാണ്. ബാലിയുടെ തല പൊട്ടിത്തെറിക്കും, കാലപുരി പൂകും, മധുവാക്യം. ഇത് മതംഗ മഹർഷി, എൻ്റെ വാക്യ ഗൗരവം, എൻ്റെ വാക്കാണിത് എന്ന് ശപിച്ചത് കേട്ടു. ഇങ്ങനെ ബാലി അറിഞ്ഞു ഇങ്ങനെ ഒരു ശാപം കിട്ടിയത്. അങ്ങനെ കപീന്ദ്രനും അന്ന് തുടങ്ങി ഇവിടെ വരുകയില്ല, ഇവിടെ മാത്രം വരികയില്ല, ഞാനും അതുകൊണ്ടിവിടെ വസിക്കുന്നു മാനസേ ഭീതി കൂടാതെ നിരന്തരം. ദുന്ദുഭി തൻ്റെ തല ഇത് കാൺകൊരു മന്ദരം പോലെ കിടക്കുന്നതു ഭവാൻ. ദുന്ദുഭിയുടെ തല ഇതാ നോക്കൂ, അവിടെ ആ ഋഷ്യമൂകാചലത്തിൻ്റെ മുകളിൽ അതുണ്ട്. അവിടെ മന്ദരം പോലെ, ഒരു വലിയ പർവ്വതം പോലെയാണ് കിടക്കുന്നത്. ഭവാൻ ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ശക്തന്, ഇതാരാണോ എടുത്ത് ദൂരെ എറിയുന്നത് അവൻ കൊന്നുകൂടും കപിവീരനെ നിർണയം. അതായത് ശ്രീരാമചന്ദ്രന് അതിന് സാധിക്കുമോ എന്ന് സുഗ്രീവന് സംശയമുണ്ട്. അങ്ങനെ ശ്രീരാമചന്ദ്രനെ പരീക്ഷിക്കുകയാണ്. അങ്ങേക്ക് ഇതെടുത്ത് ദൂരെ എറിയാൻ സാധിക്കുമോ? എങ്കിൽ മാത്രമേ ബാലിയെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ എന്നത് കേട്ട് ചിരിച്ചു രഘൂത്തമൻ. തന്നുടെ തൃക്കാൽ പെരുവിരൽ, ഒരു വിരല് മാത്രമാണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് തന്നെ എടുത്ത് മേൽപോട്ടെറിഞ്ഞിടിനാൻ. ഒരൊറ്റ ഏറാണ്. ചെന്നു വീണു ദശയോജന പര്യന്തം, 10 യോജന അപ്പുറത്തേക്കാണ് അത് പോയി വീണത് എന്നത് കണ്ട് തെളിഞ്ഞു സുഗ്രീവനും തന്നുടെ മന്ത്രികളും വിസ്മയപ്പെട്ടു. നന്നു നന്നെന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു നിന്നിടിനാർ. എന്നാൽ അപ്പോഴും സുഗ്രീവന് പൂർണ്ണ വിശ്വാസമായിട്ടില്ല. അതുകൊണ്ട് പിന്നെയും അർക്കാത്മജൻ സൂര്യന്റെ മകനായ സുഗ്രീവൻ പറഞ്ഞിടിനാൻ, മന്നവ, 7 സാലങ്ങൾ ഇവയല്ലോ. 7 സാലവൃക്ഷങ്ങളെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ബാലിക്ക് മൽപിടിച്ചിടുവാനായുള്ള സാലങ്ങളേഴും ഇവ എന്നറിഞ്ഞാലും ബാലി ഇവയുടെ അടുത്ത് വന്ന് മൽപിടുത്തം നടത്താറുണ്ട്.
അങ്ങനെ വൃത്രാരിപുത്രൻ പിടിച്ചിളക്കുന്നേരം, ഈ മരങ്ങളെ പിടിച്ച് കുലുക്കുന്നേരം പത്രങ്ങളെല്ലാം, അതിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോവും. 7നും ഒന്ന് പിടിച്ച് കുലുക്കുമ്പോൾ തന്നെ 7ൽ നിന്നും ഇലകൾ വീഴും. അത്ര ശക്തിയാണ് ബാലിക്ക്. വട്ടത്തിൽ നിൽക്കും ഇവറ്റെ, ഇത് ഒരു വൃത്താകൃതിയിലാണ് നിൽക്കുന്നത്. ഇവയെ ഒരമ്പെയ്ത് പൊട്ടിക്കിൽ, ഒരൊറ്റ അമ്പെയ്തിട്ട് ഈ 7 എണ്ണത്തിനെയും ഇല്ലാതാക്കണം. എങ്കിൽ ബാലിയെ കൊല്ലായ്വരും ദൃഢം. സൂര്യാത്മജോക്തികൾ ഈ ദൃശ്യം കേട്ടൊരു സൂര്യ അന്വയോദ്ഭൂതനാകിയ, അന്വയം സൂര്യവംശം, സൂര്യവംശത്തിൽ ജനിച്ച രാമൻ സൂര്യാത്മജന്റെ വാക്കുകൾ കേട്ടിട്ട് ചാപം കുഴിയെ കുലച്ചൊരു, തൻ്റെ ചാപം കുലച്ച് ഒരു സായകം, ഒരമ്പ് ശോഭയോടെ തൊടുത്തെഴുതരുളിയിടിനാൻ. സാലങ്ങൾ 7 പിളർന്നു, 7 സാലവൃക്ഷങ്ങളും പിളർന്ന് പുറപ്പെട്ടു. ശൈലവും ഭൂമിയും ഭേദിച്ച് പിന്നെയും അതങ്ങനെ മുന്നോട്ടു പോവുകയാണ്. പർവ്വതവും ഭൂമിയും ഒക്കെ ഭേദിച്ച് പിന്നെയും ബാണം ജ്വലിച്ച് തിരിച്ചു വന്നാശു തൻ തൂണീരമൻപോട്, വീണ്ടും ആവനാഴിയിൽ, രാമൻ്റെ ആവനാഴിയിൽ തിരിച്ചു വന്ന് പുക്കോരനന്തരം. അങ്ങനെയായ സമയത്ത് വിസ്മിതനായൊരു ഭാനുതനയനും. ഇനി ഇതിലപ്പുറം എങ്ങനെയാ തെളിയിക്കേണ്ടത്? ആകെ അമ്പരന്നു പോയി സുഗ്രീവൻ. സസ്മിതം കൂപ്പിത്തൊഴുതു ചൊല്ലിയിടിനാൻ. അങ്ങനെ ശ്രീരാമചന്ദ്രനെ കൂപ്പി തൊഴുതു. മാത്രമല്ല ഇവിടെ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹത്താൽ തൽക്കാലത്തേക്ക് സുഗ്രീവനിൽ നിന്ന് ആ മായയുടെ ആ ഒരു മറ കുറച്ചു നേരത്തേക്ക് മാറി നിൽക്കുകയാണ്. അങ്ങനെയുള്ള സുഗ്രീവനാണ് ഇനി ഭഗവാനെ സ്തുതിക്കുന്നത്. സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതൻ നിൻ തിരുവടി നിർണയം. പണ്ട് ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ട് കാൺമാൻ എനിക്കിന്ന് യോഗം വന്നു. ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവത്പദം. നിർമ്മലർ ചിത്തരായവർക്ക് മാത്രമേ അങ്ങനെ മോക്ഷത്തിനായിട്ട് ആഗ്രഹിക്കാൻ തോന്നുകയുള്ളൂ. മോക്ഷതനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ. അങ്ങനെ കുറച്ചു നേരത്തേക്ക് സുഗ്രീവന് ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതായി. എന്നിട്ട് പറഞ്ഞു, മോക്ഷതനായ ഭഗവാനെ കിട്ടിയാൽ പിന്നെ മോക്ഷമല്ലാതെ ഞാൻ വേറെ എന്താണ് ചോദിക്കേണ്ടത്? പുത്രധാര അർത്ഥ രാജ്യാദി സമസ്തവും, പുത്രൻ, ഭാര്യ, ധനം, രാജ്യം, ഇതായിരുന്നു നേരത്തെ ചോദിച്ചത്. എന്നാൽ ഇപ്പോൾ പറയുന്നു സമസ്തവും വ്യർത്ഥമത്രേ തവ മായാവിരചിതം. ഇതൊക്കെ അങ്ങയുടെ മായയല്ലേ ഭഗവാനെ. ആകയാൽ മേ മഹാദേവ ദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീദമേ, എന്നിൽ പ്രസാദിച്ചാലും. വ്യാപ്തമാനന്ദ അനുഭൂതികരം പരം പ്രാപ്തോഹമാഹന്ത ഭാഗ്യഫലോദയാൽ. എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആ വ്യാപ്തമായ വിശാലമായ ഒരു ആനന്ദ അനുഭൂതി ഞാനിതാ അനുഭവിക്കുന്നു. പ്രാപ്തോഹം, എനിക്കത് ലഭിച്ചിരിക്കുന്നു. ആഹന്ത, എന്താ ഭാഗ്യം, അതല്ലാതെ വേറെന്താ പറയേണ്ടത്? അപ്പം അതിനൊരു ഉപമ പറയുകയാണ്. മണ്ണിനായി ഊഴി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ. കുറച്ച് മണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് ഭൂമി കുഴിച്ചപ്പോൾ നിധി കിട്ടിയാൽ എങ്ങനെയിരിക്കും ഭഗവാനെ? ധർമ്മദാന വ്രത തീർത്ഥ തപ ക്രതു കർമ്മപൂർത്തി ഇഷ്ട്യാദികൾ കൊണ്ടൊരുത്തനും. പുണ്യം നേടാൻ വേണ്ടി സാധാരണ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ധർമ്മദാനം, ദാനം നൽകുക, വ്രതം, തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുക, തപസ്, ക്രതു, യാഗം, കർമ്മപൂർത്തി. കർമ്മപൂർത്തി എന്നാൽ ക്ഷേത്ര നിർമ്മാണം, കിണർ നിർമ്മാണം, ഇതൊക്കെയാണ് കർമ്മപൂർത്തി. ഇഷ്ടി എന്നാൽ നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം വെച്ചിട്ട് ചെയ്യുന്ന യാഗങ്ങൾ. ഇതൊക്കെ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹു സംസാരനാശൻ. ഇതുകൊണ്ടൊന്നും ഒരാളുടെയും സംസാര ദുഃഖം, സംസാര ആ മായാമോഹം അത് ഇല്ലാതാകുന്നില്ല. നിർണയം ത്വത്പാദഭക്തി കൊണ്ടെന്നിയേ, അങ്ങയിലുള്ള പാദഭക്തി കൊണ്ട് മാത്രമേ ത്വത്പാദ പത്മാവലോകനം, അങ്ങയെ കാണാൻ സാധിക്കുകയുള്ളൂ. കേവലം ഇപ്പോൾ അകപ്പെട്ടതും ത്വത് കൃപാബലം, ഇപ്പോൾ എനിക്ക് ലഭിച്ചത് അങ്ങയുടെ കൃപ കൊണ്ട് തന്നെയാണ്. യാതൊരുത്തന് ചിത്തം നിൻതിരുവടി പാദാംബുജത്തിൽ ഇളകാതുറയ്ക്കുന്നു. ആർക്കാണോ അങ്ങയുടെ പാദാംബുജത്തിൽ
മനസ്സിളകാതെ ഇരിക്കുന്നത് കാൽക്ഷണം പോലുമെന്നാകിൽ അവൻ തനിക്കൊക്കെ നീങ്ങിയിടും അജ്ഞാനം അനർത്ഥതം. ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളിൽ കാൽക്ഷണം അത്ര ഏകാഗ്രതയോടെ ഭഗവാനിൽ ഭക്തി ഉറച്ചു കഴിഞ്ഞാൽ അതുമാത്രം മതി. എന്നാൽ കാൽക്ഷണം പോലുമെന്നാകിൽ അവൻ തനിക്കൊക്കെ അവൻ്റെ ഉള്ളിലെ അജ്ഞാനം അനർത്ഥം എല്ലാം നീങ്ങിയിടും. ഒരു കാൽക്ഷണം നിങ്ങൾക്കൊന്ന് അത്രയും ഏകാഗ്രതയോടെ ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കാൻ സാധിച്ചാൽ മതി. ചിത്തം ഭവാങ്കലുറയ്ക്കാകിലും അതിഭക്തിയോടെ രാമരാമേത്തി സാദരം ചൊല്ലുന്നവന് ദുരിതങ്ങൾ വേരറ്റ് നല്ലനായേറ്റം വിശുദ്ധനാം നിർണയം. ഭഗവാനിൽ മനസ്സ് ഉറപ്പിച്ച് കിട്ടണം. അങ്ങനെ കിട്ടുമ്പോൾ ഭക്തിയോടെ രാമരാമ ഇതി സാദരം ചൊല്ലുന്നവന്, അങ്ങനെയുള്ളവന് ദുരിതങ്ങൾ വേരറ്റ് അത് വേരോടെ പിഴുതെറിയപ്പെടും. അങ്ങനെ അവൻ നല്ലനായേറ്റം വിശുദ്ധനാം. അവന് ചിത്തശുദ്ധി കൈവരുന്നതാണ്. മാത്രമല്ല മദ്യപനെങ്കിലും ബ്രഹ്മഘ്നെങ്കിലും, ബ്രഹ്മഘ്നൻ എന്നാൽ ഈ ബ്രാഹ്മണന്മാരെയൊക്കെ കൊല്ലുക, സാത്വിക ഗുണമുള്ളവരെയൊക്കെ കൊല്ലുക, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിക്കുക, ഇതൊക്കെ ബ്രഹ്മഹത്യാ പാപമാണ്. അതുപോലെ മദ്യപാനം, ഇതൊക്കെ ഏറ്റവും പാപകരമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ സദ്യോ വിമുക്തനാം നാമജപത്തിനാൽ അങ്ങനെ മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവൻ വിമുക്തനാകും. സദ്യോ വിമുക്തനാം. ശത്രുജയത്തിലും ദാരസുഖത്തിലും ചിത്തേ ഒരാഗ്രഹമില്ലെനിക്കേതുമേ. കാരണം സുഗ്രീവന്റെ മനസ്സിൽ നിന്ന് കുറച്ചു നേരത്തേക്ക് ആ മായ അങ്ങോട്ട് പോയി. ഇപ്പോൾ ശത്രുവിനെ ജയിക്കണം, ഭാര്യ വേണം, അങ്ങനെയൊന്നും ആഗ്രഹമില്ലാതായി. ചിത്തേ ഒരാഗ്രഹമില്ലെനിക്കേതുമേ. ഭക്തി ഒഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല. എനിക്ക് ഭക്തി വേണം ഭഗവാനെ. മുക്തി തരുവാൻ മുകുന്ദാദയാനിധേ, അത് തന്നെ എനിക്ക് മുക്തിയെ തരും. ത്വത്പാദഭക്തി മാർഗോപദേശം കൊണ്ട് മത് പാപം ഉത്പാടയ ത്രിലോകീപതേ. അങ്ങയുടെ ആ പാദഭക്തി മാർഗ ഉപദേശം കൊണ്ട് എൻ്റെ പാപത്തെ ഉത്പാടയ ഇല്ലാതാക്കൂ ഭഗവാനെ. ശത്രു മധ്യസ്ഥ മിത്രാദി ഭേദഭ്രമം. എനിക്ക് അങ്ങനെ ഒരു ശത്രു എന്ന ഒരു വ്യത്യാസമൊന്നും ഇപ്പൊ തോന്നുന്നില്ല. മധ്യസ്ഥൻ, അതായത് ശത്രുവുമല്ല മിത്രവുമല്ല. ഇനി മിത്രം, എനിക്ക് വേണ്ടപ്പെട്ടവർ, അങ്ങനെ ഒരു ഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപതേ. ത്വത്പാദപത്മാവലോകനം കൊണ്ടെനിക്ക് ഉൽപ്പന്നമായതു കേവലജ്ഞാനവും. അങ്ങ് ആരാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ എനിക്ക് ആ ജ്ഞാനമുദിച്ചു ഭഗവാനെ. പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാ മായാപ്രഭാവം ജഗത്പതേ. ഭാര്യ, മക്കൾ, ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ അങ്ങയുടെ ആ ശക്തി മായയാണെന്ന് മനസ്സിലായി ഭഗവാനെ. ത്വത്പാദ പങ്കജത്തിങ്കൽ ഉറയ്ക്കണം എപ്പോഴും ഉൾക്കാമ്പെനിക്ക് രമാപതേ. എൻ്റെ ചിത്തം അങ്ങയിൽ ഉറച്ചു കിട്ടണം ഭഗവാനെ. ത്വന്നാമ സങ്കീർത്തന പ്രിയനാകണം എന്നുടെ ജിഹ്വ, എൻ്റെ നാവ് എപ്പോഴും അങ്ങയുടെ സങ്കീർത്തനത്തിൽ അങ്ങനെ രസിക്കാൻ എൻ്റെ നാവിന് സാധിക്കണം. സദാ നാണമെന്നിയെ, എനിക്ക് ഒരു നാണവും കൂടാതെ എവിടെ വെച്ചും ഭഗവാനെ കുറിച്ച് പാടാൻ സാധിക്കണം. ത്വച്ചരണ അംഭോരുഹങ്ങളിൽ എപ്പോഴും അർച്ചനം ചെയ്യായി വരിക. എനിക്കെപ്പോഴും അങ്ങയെ അർച്ചിക്കാൻ സാധിക്കണം. വരിക കരങ്ങളാൽ, എൻ്റെ കൈകൾ കൊണ്ട്. നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ട്. നിരന്തരം എപ്പോഴും അങ്ങയെ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് സാധിക്കണം. കർണങ്ങൾ കൊണ്ട് കേൾക്കായി വരണം സദാ നിന്നുടെ ചാരുചരിതം ധരാപതേ. ഭഗവാനെ, എൻ്റെ ചെവികൾക്ക് അങ്ങയെക്കുറിച്ചുള്ള വാർത്തകൾ, കഥകൾ മാത്രം കേട്ടാൽ മതി. മച്ചരണദ്വയം, എൻ്റെ 2 കാലുകൾ സഞ്ചരിച്ചിടണം അച്യുതക്ഷേത്രങ്ങൾ തോറും രഘുപതേ. ത്വത്പാദപാംസു തീർത്ഥങ്ങൾ ഏൽക്കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗത്പതേ. അങ്ങയുടെ പാദപാംസുക്കളാണ്, പാദത്തിലെ പൊടികൾ
ആണ് തീർത്ഥങ്ങളായത്. അങ്ങനെയുള്ള തീർത്ഥങ്ങളുടെ ആ ജലം അത് എൻ്റെ അംഗങ്ങളെ, എൻ്റെ അവയവങ്ങളെ എപ്പോഴും നനയ്ക്കണം. അപ്പോൾ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യാൻ എനിക്ക് സാധിക്കണം ജഗത്പതേ. ഭക്ത്യാ നമസ്കരിക്കായി വരേണം മുഹുരുത്തമാംഗം കൊണ്ടു നിത്യം ഭവത്പദം. അങ്ങയുടെ ആ വിഗ്രഹത്തിൽ എപ്പോഴും എൻ്റെ ഉത്തമാംഗം കൊണ്ട്, ശിരസ്സുകൊണ്ട് എനിക്ക് നമിക്കാൻ സാധിക്കണം ഭഗവാനെ. ഇത്തം പുകഴ്ന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽകിയിടിനാൻ. ഭഗവാൻ കെട്ടിപ്പിടിച്ച് കുറച്ചുനേരം നിന്നു. എന്നാൽ അംഗസംഗം കൊണ്ട് കൽമഷം വേരറ്റ, കുറച്ചു നേരത്തേക്ക് ആ മായാഭ്രമം വേരറ്റുപോയ മംഗലാത്മാവായ, അംഗസംഗം ഭഗവാനുമായിട്ടുള്ള സംഘം, ശരീരം കൊണ്ട് ഭഗവാൻ കെട്ടിപ്പിടിച്ചപ്പോൾ ഭഗവാന്റെ ശരീരവുമായിട്ട് കുറച്ചു നേരത്തേക്കുള്ള ഒരു സംഘം വന്നപ്പോൾ തന്നെ പൂർണ്ണമായും ആ കൽമഷം വേരറ്റു. അങ്ങനെയുള്ള മംഗലാത്മാവായ പുണ്യജന്മമായ സുഗ്രീവനെ തഥാ പക്ഷേ മായയാ തത്ര മോഹിപ്പിച്ചിതന്നേരം വീണ്ടും മായയിലേക്ക് ഭഗവാൻ കൊണ്ടുവന്നു. കാരണം കാര്യസിദ്ധിക്ക് കരുണാജലനിധി, കരുണാജലനിധിയായ ഭഗവാൻ കുറച്ചു നേരത്തേക്ക് ആ മായയിൽ നിന്ന് മുക്തനാക്കി കൊടുത്തു. ആനന്ദാതിരേകത്താലാണ് സുഗ്രീവൻ ഇപ്പോൾ സ്തുതിച്ചത്. എന്നാൽ കാര്യസിദ്ധിക്ക് സുഗ്രീവൻ എനിക്ക് രാജ്യം വേണ്ട, ഭാര്യയെ വേണ്ട, മക്കളെ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ തീർന്നു, രാമായണം തീർന്നു. അങ്ങനെ വരരുത്. ഈ മായാനാടകം രാവണനെ കൊല്ലുന്നത് വരെ, അല്ലെങ്കിൽ അതിനുശേഷം ഈ ഒരു അവതാരത്തിലൂടെ ഭഗവാൻ എന്തൊക്കെയാണോ ഉദ്ദേശിച്ചത് അത് സാധിക്കുന്നത് വരെ ഈ മായാനാടകം തുടർന്നു കൊണ്ടുപോകണം. അതാണ് കാര്യസിദ്ധി. ആ കാര്യസിദ്ധിക്ക് സുഗ്രീവനെ വീണ്ടും മായയിൽ പെടുത്തേണ്ടിയിരിക്കുന്നു. അതിനാൽ ഭഗവാൻ തന്നെ കൊടുത്ത അനുഗ്രഹം ഭഗവാൻ തന്നെ തിരിച്ചെടുത്തു. വീണ്ടും സുഗ്രീവനെ മായയിൽ പെടുത്തി. ബാലി സുഗ്രീവ യുദ്ധം. സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു, സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ. ഇവിടെ കുറച്ചു നേരത്തേക്ക് മായയിൽ നിന്ന് മുക്തനായ സുഗ്രീവൻ സ്തുതിച്ചതൊന്നും ഭഗവാൻ ശ്രദ്ധിക്കാത്തതുപോലെ, അല്ലെങ്കിൽ സുഗ്രീവനും അത് മറന്നുപോയി. കാരണം മായയിൽ നിന്ന് വിമുക്തനായിട്ടാണ് അങ്ങനെ സ്തുതിച്ചത്. തിരിച്ച് മായയിലേക്ക് വന്ന ആ സുഗ്രീവനോട് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ വെച്ചാണ്, അതായത് സപ്തസാലങ്ങൾ 7 ഒറ്റ അമ്പുകൊണ്ട് എയ്ത് മുറിച്ചാൽ അങ്ങേക്ക് ബാലിയെ കൊല്ലാൻ പറ്റും എന്ന ആ പറച്ചിലിന് ഒരു ഉത്തരമായിട്ട് പറയുകയാണ്, സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരം കൊടുത്തുകൊണ്ടാണ് സുഗ്രീവനെ വീണ്ടും ആ മായയിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് പറഞ്ഞു, ബാലിയെ ചെന്ന് വിളിക്ക യുദ്ധത്തിന്, കാലം കളയരുതേതുമിനിയടോ. ബാലിയെ കൊന്ന് രാജ്യാഭിഷേകം ചെയ്ത് പാലനം ചെയ്തുകൊള്ളുവൻ നിന്നെ നിർണയം. ഞാൻ പറഞ്ഞതുപോലെ ആദ്യം നിന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാം. അർക്കാത്മജൻ, സൂര്യാത്മജനായിട്ടുള്ള സുഗ്രീവൻ അത് കേട്ട് നടന്നിതു. കിഷ്കിന്ധയാംപുരി നോക്കി നിരാകുലം. ശ്രീരാമചന്ദ്രൻ്റെ ആ ഒരു ബലം തനിക്കുണ്ട് എന്ന ധൈര്യത്താൽ ഒട്ടുമാകുലമില്ലാതെയാണ് സുഗ്രീവൻ പോരിന് വിളിക്കാൻ പോയത്. അർക്കകുലോദ്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും, സൂര്യകുലത്തിൽ ജനിച്ച രാമനും ലക്ഷ്മണനും, പിന്നെ സുഗ്രീവന്റെ മന്ത്രികൾ 4 ഇവരെല്ലാവരും ഒരുമിച്ച് പോയെങ്കിലും ബാലിയെ വിളിക്കാൻ സുഗ്രീവൻ മാത്രമാണ് പോയത്. മിത്രജൻ, സൂര്യൻ്റെ മകനായ സുഗ്രീവൻ ചെന്ന് കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ. പൃഥ്വീരുഹം മരം, ഒരു വലിയ വൃക്ഷത്തിൻ്റെ പുറകിൽ മറഞ്ഞു നിന്നിടിനാർ മിത്രഭാവേന രാമാദികൾ. അന്നേരം സുഗ്രീവന്റെ മിത്രങ്ങളാണെന്ന ഭാവത്തിൽ അവിടെ മറഞ്ഞു നിന്നു. സുഗ്രീവൻ വിളിച്ചത് കേട്ട് ക്രുദ്ധനാം ബാലി അലറി വന്നിടിനാൻ. ബാലിയെ കണ്ട ഉടനെ മിത്രതനയനും സുഗ്രീവനും വക്ഷസി കുത്തിനാൻ. ബാലിയുടെ വക്ഷസിൽ, നെഞ്ചിൽ കുത്തി. അതുകൊണ്ട് തന്നെ ക്രോധം ഏറിയ വൃത്രാരിപുത്രനും മിത്രതനയനെ 10 നൂറാശു വലിച്ചു കുത്തിയിടിനാൻ.
തിരിച്ച് ഒരുപാടങ്ങ് കുത്തി. ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധം അതീവ ഭയങ്കരമായതു. അങ്ങനെ ഇവർ തമ്മിൽ അത്രയധികം വലിയ ഒരു യുദ്ധം തന്നെ ആയി. രക്തമണിഞ്ഞ് ഏകരൂപധരന്മാരായി, രണ്ടുപേരും ആകെ രക്തത്തിൽ കുളിച്ചു. അങ്ങനെ മറഞ്ഞു നിന്ന ശ്രീരാമചന്ദ്രന് ഇവരെ മനസ്സിലാകുന്നില്ല. ശക്തി കലർന്നവർ അവരൊപ്പം പൊരുന്നേരം രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല. അതുപോലെ ആർക്കാണ് ശക്തി എന്ന് രണ്ടുപേരും മത്സരിക്കുന്നത് പോലെയായി. അതുകൊണ്ട് മിത്രാത്മജനേത് വൃത്രാരിപുത്രനേത് യുദ്ധം തിരിച്ചറിയാവല്ലൊരുത്തനും, സുഗ്രീവനേതാ ബാലിയേതാ, ഇങ്ങനെ മനസ്സിലാകാത്ത വിധത്തിലായി. മിത്രവിനാശന ശങ്കയാ. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് രാമൻ അമ്പെയ്തില്ല? കാരണം അഥവാ മനസ്സിലാവാത്ത സ്ഥിതിക്ക് എങ്ങാനും സുഗ്രീവനാണ് അമ്പു കൊള്ളുന്നതെങ്കിലോ, അതാണ് മിത്രവിനാശനം, തൻ്റെ മിത്രമായിരിക്കുന്ന സുഗ്രീവന് നാശം മരണം സംഭവിക്കുമോ എന്ന ശങ്കയാ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തീലത് നേരം. വൃത്രാരിപുത്ര മുഷ്ടിപ്രയോഗം കൊണ്ട്, ബാലിയുടെ മുഷ്ടിപ്രയോഗം കൊണ്ട് രക്തവും ഛർദിച്ച് ഭീതനായോടിനാൻ. ഒരു രക്ഷയുമില്ലാതെ സുഗ്രീവന് പിന്മാറേണ്ടി വന്നു. മിത്രതനയനും സത്വരമാർത്തനായിട്ട് സുഗ്രീവൻ ആകെ പരവേശിതനായി ക്ഷീണിച്ചവശനായി മരണവെപ്രാളത്തിൽ എങ്ങനെയോ ഓടി രക്ഷപ്പെട്ടതാണ്. അങ്ങനെ ആകെ ദേഷ്യം വന്നു. ഭഗവാനോടാണ് ദേഷ്യം പിടിക്കുന്നത്. അതേസമയം ബാലി വൃത്രാരിപുത്രനും ആലയം പുക്കിതു, തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയി. വിത്രസ്തനായി വന്നു, ഭയന്നുപോയി. മിത്രതനയനും പൃഥ്വീരുഹാന്തികെ മരത്തിന് പുറകിൽ നിന്നരുളിയിടിന മിത്ര അന്വയോദ്ഭൂതൻ സൂര്യവംശത്തിൽ പിറന്ന രാമനോട് എത്രയും ആർത്തിയ പരുഷങ്ങൾ ചൊല്ലിനാൻ. പരുഷവചനങ്ങൾ, ശരിക്കും വഴക്ക് പറയുകയാണ്. കാരണം അത്ര വിശ്വാസത്തോടു കൂടിയാണ് പോയത്. ഭഗവാൻ എന്നെ നോക്കും എന്നുള്ള വിശ്വാസത്തിലാണ് പോയത്. പക്ഷെ എന്താ സംഭവിച്ചത് എന്ന് സുഗ്രീവൻ അറിയാതെ ഭഗവാനെ വഴക്ക് പറയുകയാണ്. ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കയോ തവ ചിത്തത്തിലോർത്തതറിഞ്ഞില്ല ഞാൻ അയ്യോ. അപ്പൊ ഇതായിരുന്നല്ലേ അങ്ങയുടെ പദ്ധതി? എന്നെ ശത്രുവിന് എറിഞ്ഞു കൊടുക്കാനായിരുന്നോ എന്നോട് പോകാൻ പറഞ്ഞത്? ആ ശത്രുവിനെ കൊണ്ട് എന്നെ കൊല്ലിക്കുകയാണ് അങ്ങയുടെ ചിത്തത്തിൽ എന്ന് ഞാൻ അറിഞ്ഞില്ല. വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും ഞാൻ വധിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് എന്നെ ശത്രുവിൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തതെങ്കിൽ അങ്ങ് തന്നെ വധിച്ചു കളയൂ. അസ്ത്രേണമാം നിൻ തിരുവടി താൻ തന്നെ എന്തിനാ എൻ്റെ ശത്രുവിൻ്റെ മുന്നിൽ എടുത്തു കൊണ്ടുപോയിട്ടത്? ഞാൻ വധിക്കപ്പെടേണ്ടവനാണെന്ന് അങ്ങേക്ക് തോന്നുന്നുവെങ്കിൽ അങ്ങ് തന്നെ വധിക്കൂ. സത്യം പ്രമാണമെന്നോർത്തേൻ അതും പുനരെത്രയും പാരം പിഴച്ചൂതയാനിധേ. അങ്ങയെ പോലൊരു ഉത്തമ പുരുഷനോട് സഖ്യം ചെയ്താൽ ആ സത്യം സത്യമാണെന്ന് പ്രമാണം അത് ഞാൻ ഓർത്തുപോയി. അത് സത്യമായിട്ട് അങ്ങ് പാലിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചത് എത്രയും പിഴച്ചല്ലോ ഭഗവാനെ. സത്യസന്ധൻ ഭവാൻ എന്ന് ഞാൻ ഓർത്തതും വ്യർത്ഥമത്രേ ശരണാഗതവത്സല. അങ്ങ് സത്യസന്ധനാണെന്ന് ഞാൻ വെറുതെ ധരിച്ചുപോയല്ലോ. മിത്രാത്മജോക്തികൾ ഇത്തരം ആകുലാൽ ശ്രുത്വാ രഘൂത്തമൻ ഉത്തരം ചൊല്ലിനാൻ. സുഗ്രീവന്റെ ഈ ഒരു പരിഭവത്തിന്, പരുഷവാക്കുകളുടെ അർത്ഥം അല്ലെങ്കിൽ ആ മാനസിക തലം മനസ്സിലാക്കിയ വിശാല ഹൃദയനായ ഭഗവാൻ ശപിക്കുന്നില്ല. പകരം രഘൂത്തമൻ ഉത്തരം ചൊല്ലിനാൻ. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് എന്ന് ഉത്തരം പറയുകയാണ്. അതും എങ്ങനെയാണ്? ഭഗവാനും കണ്ണുനീര് വന്നു എന്നാണ്. ബദ്ധാശ്രു നേത്രനായി ആലിംഗനം ചെയ്തു. കുറ്റബോധം വന്നു ഭഗവാന്. അല്ലാതെ എന്നെപ്പോലെ ഒരാളെ എന്നോട് പരുഷമായി സംസാരിക്കാൻ നീ ആര് എന്നൊന്നുമല്ല ഭഗവാൻ ചോദിച്ചത്. ഭഗവാനും കുറ്റബോധം വന്നു. അശ്രുനേത്രനായിട്ട് ആ സുഗ്രീവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ചിത്തേ ഭയപ്പെടായേതും മമ സഖേ. നീ വിഷമിക്കരുത്. അത്യന്ത
യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞു. എനിക്ക് പെട്ടെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, കുറച്ചു ദൂരെയാണ്. അതുകൊണ്ട് മിത്രഘാതിത്വം ആശങ്ക്യ, ഞാൻ എന്താ കൊല്ലാതിരുന്നത്? അഥവാ എൻ്റെ അമ്പ് നിന്റെ മേലാണോ വന്നു വീഴുക എന്ന് ഞാൻ പേടിച്ചുപോയി. അതാണ് മിത്രഘാതിത്വം, നിന്നെ കൊന്നുപോകുമോ എന്ന് ആശങ്ക്യ, എന്ന് ഭയപ്പെട്ടിട്ടാണ് ഞാൻ അന്നേരം മുക്തവാനായതിൽ അസ്ത്രം, എൻ്റെ അസ്ത്രം എന്നാൽ മുക്തവാനായില്ല, ഞാൻ അയച്ചില്ല. ധരിക്ക നീ വിഷമിക്കാതിരിക്കൂ, ഞാൻ ആകെ നിസ്സഹായനായിരുന്നു. അതുകൊണ്ടാണ്. ഇവിടെയാണ് നമ്മളൊക്കെ എന്തുമാത്രം പല കാര്യങ്ങൾക്കും ഭഗവാനെ പേടിക്കുന്നവരാണ് ഇവിടെ ഭൂരിഭാഗം പേരും. ഒരു വ്രതമെടുത്ത് എങ്ങാനും മുടങ്ങിപ്പോയാൽ, പാരായണം ചെയ്തുകൊണ്ടിരിക്കെ നമുക്ക് പല സാഹചര്യങ്ങൾ, മനുഷ്യരല്ലേ, പല സാഹചര്യങ്ങൾ വരാം. അഥവാ അത് മുടങ്ങിപ്പോയാൽ അപ്പോൾ പേടിയാണ്, ഭഗവാൻ ശപിച്ചു കളയുമോ? കാണൂ, ഇതൊക്കെയാണ് ഉദാഹരണങ്ങൾ. നമ്മുടെ മനസ്സ്, നമ്മുടെ മാനസികാവസ്ഥ ഭഗവാനെ പോലെ അറിയുന്നവർ വേറെ ആരുണ്ട്? എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ തെറ്റായിട്ടല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്, നല്ല ഉദ്ദേശത്തോടു കൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അത് പൂർത്തിയാക്കാൻ പറ്റാതെ വരുമ്പോൾ ഭഗവാനല്ലാതെ വേറെ ആരാ ഇത് മനസ്സിലാക്കുക? ഇവിടെ നോക്കൂ, സുഗ്രീവൻ ഭഗവാനെ വഴക്ക് പറയുകയാണ് നേരിട്ട് പോയിട്ട്. എന്നിട്ട് ഭഗവാൻ ശപിച്ചോ? ഇല്ല. അപ്പോൾ ഭഗവാന്റെ ആ വിശാല ഹൃദയം നമ്മൾ മനസ്സിലാക്കാതെയാണ് ഈശ്വരൻ ശപിക്കുമോ എന്ന പേടിയിൽ പലരും ജീവിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കരുത്. നമുക്ക് വേണ്ടിയാണ് പാരായണവും എല്ലാം എന്ന് എപ്പോഴും ഓർക്കണം. അപ്പോൾ ഈ ഒരു സന്ദർഭവശാൽ പറഞ്ഞതാണ്. ഭഗവാനെ നേരിട്ട് വഴക്ക് പറഞ്ഞിട്ട് പോലും ശപിക്കുന്നില്ല എങ്കിൽ ഭഗവാൻ അത്രയും കരുണാഹൃദയനാണ്, കരുണക്കടലാണ് ഭഗവാൻ. അങ്ങനെ സുഗ്രീവനോട് പറയുകയാണ്, ചിത്തഭ്രമം വരായ്വാൻ ഒരടയാളം, ഇനി ഈ ഒരവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് നിങ്ങളെ തമ്മിൽ മനസ്സിലാക്കാൻ, അതാണ് ചിത്തഭ്രമം. നിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല, അത് ഒഴിവാക്കാൻ മിത്രാത്മജ സുഗ്രീവ, നിനക്കുണ്ടാക്കുവനിനി ശത്രുവായുള്ളൊരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ. നിനക്കൊരടയാളം ഞാൻ ഉണ്ടാക്കിത്തരാം, ഇനി നീ പേടിക്കരുത്. നിന്റെ ശത്രുവിനെ എത്രയും പെട്ടെന്ന് യുദ്ധത്തിന് വിളിച്ചാലും വൃത്രവിനാശന പുത്രനാം അഗ്രജൻ, വൃത്രാസുരന്റെ വിനാശനം ചെയ്ത ഇന്ദ്രന്റെ പുത്രനായ നിന്റെ അഗ്രജൻ, നിന്റെ ജ്യേഷ്ഠനായ ബാലി മൃത്യുവശഗതൻ എന്നുറച്ചിടു നീ. ബാലി വധിക്കപ്പെടേണ്ടവനാണെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വധിക്കപ്പെടുക തന്നെ ചെയ്യും. സത്യമിതമഹം രാമനെന്നാകിലോ, ഈ പറയുന്നത് സത്യമാണ്, കാരണം പറയുന്നത് ഈ ശ്രീരാമചന്ദ്രനാണ്. മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം, രാമൻ പറഞ്ഞാൽ പറഞ്ഞതാണ്. യുദ്ധം സമാശ്വാസ്യ മിത്രാത്മജം, സുഗ്രീവനെ ഇങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ, മിത്രാത്മജകളെ, സുഗ്രീവന്റെ കഴുത്തിൽ പുഷ്പമാല്യത്തെ നീ ബദ്ധ്വാ വിരവോടയക്കുക. അത് കെട്ടിയിട്ട്, ബദ്ധ്വ എന്നാൽ ഒരു മാല ഇട്ടുകൊടുത്തിട്ട് വിരവോടയക്കുക, ഇനി ഒട്ടും താമസിക്കരുത് യുദ്ധത്തിനായിട്ട്. അങ്ങനെ ശത്രുഘ്നപൂർവജൻ, ശത്രുഘ്നന്റെ ജ്യേഷ്ഠനായ ലക്ഷ്മണൻ മാല്യവും ബന്ധിച്ചു, ഒരു മാല കൊടുത്തിട്ട് സുഗ്രീവനെ അണിയിച്ചിട്ട് മിത്രാത്മജനെ മോദാൽ അയച്ചിടിനാൻ. യുദ്ധം ജയിച്ചു വരിക എന്ന് അനുഗ്രഹിച്ച് അയച്ചു വീണ്ടും.